നിലവിൽ എന്തുകൊണ്ടാണ് BJP മനഃപൂർവ്വം ചിത്രം മാറ്റിയതാണോ ഇനി യാദൃശ്ചികമായ ചിത്രം മാറിപ്പോയതാണോ എന്നൊക്കെ നമുക്കറിയാം. ജിബിൻ JB വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ജിബിൻ, രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ഭാരതാംബ ഉണ്ടാകും, അതിൽ യാതൊരു മാറ്റവുമില്ലാതെ കാവിക്കൊടിയേന്തിയ ഭാരതാംബ ഉണ്ടാകുമെന്ന് ഗവർണർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നതിനിടയിലാണ്, അതിലുള്ള പ്രതിഷേധങ്ങൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് BJP ഇങ്ങനൊരു നയം മാറ്റുന്നത്. ത്രിവർണ്ണ കൊടിയേന്തിയ ദേശീയ പതാക മാത്രമല്ല RSSന്റെ എല്ലാ പരിപാടികളിലും ഉപയോഗിക്കുന്നത് രാജ്ഭവനിൽ കാവിക്കൊടിയേന്തിയ ഭാരതാംബയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു മാറ്റം? ഇത് അബദ്ധം പറ്റിയതാണോ? എന്താണ് സംഭവിച്ചത്? അതോ മാറ്റാൻ ഉദ്ദേശിച്ചാണോ? ദിവിശാൽ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ സംസ്ഥാനത്തെ ഏറ്റവും വലിയൊരു ചർച്ചാ വിഷയമെന്ന് പറയുന്നത് ഈ രാജ്ഭവനിലെ വേദിയിൽ ഉദ്ഘാടന ചടങ്ങുകളിൽ ഉപയോഗിക്കുന്ന ഭാരതാംബയുടെ ചിത്രമാണ്. പ്രത്യേകിച്ച് ആ ഭാരതാംബയുടെ കയ്യിലുള്ള കാവിക്കൊടിയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ചാ വിഷയമായത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം, പ്രത്യേകിച്ച് മന്ത്രിമാരുടെ ഭാഗത്ത് നിന്ന് തന്നെ ഗവർണറെതിരെ പ്രതിഷേധമുയർന്നു. ഗവർണറുടെ രാജ്ഭവന്റെ ഉള്ളിലെത്തിക്കൊണ്ട് മന്ത്രി വി ശിവൻകുട്ടി പോലും അത്തരത്തിലുള്ള പ്രതിഷേധം അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ SFIയുടെ നേതൃത്വത്തിലുള്ള വലിയ സമരമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ 10:30 തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ BJPയുടെ പുഷ്പാർച്ചന ഉണ്ടാകുമെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ തന്നെ അവിടെ നേരിട്ടെത്തി പുഷ്പാർച്ചന നടത്തുന്നു എന്നുള്ളൊരു അറിയിപ്പ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. പക്ഷേ ഇതിന്റെ ഭാഗമായി ഇറക്കിയ പോസ്റ്ററിലാണ് ഇപ്പോൾ ഭാരതാംബയുടെ കയ്യിൽ ഈ വിവാദമായ കാവിക്കൊടിയില്ല. ഭാരതാംബയുടെ ചിത്രത്തിന് മുമ്പിൽ അഖണ്ഡ ഭാരതം എന്ന് പറയുന്ന അവരുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ലാത്ത സാധാരണ ഉപയോഗിക്കുന്ന ഭാരതാംബയുടെ കയ്യിലുള്ള ദേശീയ പതാകയുമാണ് ആ പോസ്റ്ററിലുള്ളത്. അത് യാദൃച്ഛികമായി സംഭവിച്ചതാണോ എന്നുള്ളൊരു കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല. ഈ ചിത്രങ്ങളെല്ലാം വന്നിരിക്കുന്നത് BJP കേരള എന്ന് പറയുന്ന പോസ്റ്റിന് കീഴിൽ ഇങ്ങനെ കമന്റുകൾ വാരി നിറയുകയാണ്. കാവിക്കൊടി മാറ്റിയോ, കാവിക്കൊടി ഊരി മാറ്റിയ നിങ്ങളാണോ സംരക്ഷകർ, അങ്ങനെ ശിവൻകുട്ടി അണ്ണൻ മാസല്ല കൊലമാസ തുടങ്ങി അങ്ങനെ പലവിധ കമന്റുകളാണ് നിറയുന്നത്. ഇത്രയും വലിയ രൂക്ഷമായി നിൽക്കുന്നു. ഗവർണർ അദ്ദേഹത്തിന്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുമ്പോൾ BJP അതിന് പിന്തുണയും. ഇപ്പോൾ P പ്രസാദിനെതിരെയും ഒക്കെ BJP പ്രവർത്തകരുടെ പ്രതിഷേധമൊക്കെ ആലപ്പുഴയിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. ശിവൻകുട്ടിക്കെതിരെ ഇന്നലെ ABPയുടെ പ്രതിഷേധമൊക്കെ കണ്ടതാണ്. ആ സമയത്താണ് BJP ഒരു നിറം മാറ്റുന്നത്. ത്രിവർണ്ണക്കൊടിയാണ്, അത് നല്ലതാണ്, ഒരു തർക്കവും അതില്ലല്ലോ. പക്ഷേ രാജ്ഭവനുമായിട്ട് അല്ലെങ്കിൽ രാജ്ഭവന്റെ നിലപാടിനെതിരെ എന്ന നിലയ്ക്ക് BJP പോകുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെയോ? എന്താണ് സംഭവിക്കുന്നത്? നേതാക്കളുടെ പ്രതികരണം ഇക്കാര്യത്തിലുണ്ടോ? ദിവിഷ്, അല്പസമയം തന്നെ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ്റെ ഭാഗത്ത് നിന്ന് ഇത് സംബന്ധിച്ചിട്ടൊരു ഔദ്യോഗിക വിശദീകരണം ഉണ്ടാകുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. കാരണം അല്പസമയത്തിനകം തന്നെ സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള ഈ പുഷ്പാർച്ചന ഉണ്ടാകുമെന്നാണ് അറിയിക്കുന്നത്. ആ പരിപാടി തന്നെ ഈ കഴിഞ്ഞ ദിവസം ഗവർണർ അറിയിച്ചതുപോലെ ഇനി രാജ്ഭവനിൽ നടക്കുന്ന എല്ലാ പരിപാടികളിലും ഇത്തരത്തിൽ ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന ഉണ്ടാവും. ആ ഭാരതാംബയുടെ കയ്യിൽ ഈ കാവിക്കൊടി ഏന്തിയ ഭാരതാംബ ആയിരിക്കുമെന്നും കഴിഞ്ഞ ദിവസം ഗവർണർ രാജ്ഭവനിൽ നിന്ന് ഔദ്യോഗികമായി തന്നെ അറിയിച്ചതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ BJP ഔദ്യോഗികമായി BJP കേരള എന്ന് പറയുന്ന FB പോസ്റ്റിൽ അവരുടെ FBയിൽ പങ്കുവച്ച ചിത്രത്തിൽ ഇത് യാദൃച്ഛികമാണെന്ന് തോന്നുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസം രാത്രിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇത്തരത്തിൽ കളിയാക്കിക്കൊണ്ട് ഒരു ട്രോളുന്ന തരത്തിലുള്ള ഒരു ചിത്രം, ഒരു AI ജനറേറ്റഡ് ഫോട്ടോ അവർ പോസ്റ്റ് ചെയ്തിരുന്നു. അതിന് പിന്നാലെയുള്ള ഭാരതാംബയുടെ ചിത്രത്തിലും കാവിക്കൊടിയല്ല, ആ ചിത്രത്തിലുമുള്ളത് ആ ചിത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അഖണ്ഡ ഭാരതമില്ല. പക്ഷേ ആ ചിത്രത്തിലുള്ളത് ഭാരതാംബയുടെ കയ്യിൽ ഇന്ത്യയുടെ ദേശീയ പതാക മാത്രമാണ് ആ ചിത്രത്തിൽ. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ വന്ന ഈ ഔദ്യോഗിക FB പോസ്റ്റ് അത് യാദൃച്ഛികമാണെന്ന് തോന്നുന്നില്ല. ഇനി ഈ പ്രതിഷേധത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അവർ അവരുടെ നയം മാറ്റിയതാണോ എന്നുള്ള കാര്യമൊക്കെ ഇനി അറിയേണ്ടതുണ്ട്. അതിന് BJPയുടെ പ്രത്യേകിച്ച് BJP നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗിക വിശദീകരണത്തിനായാണ് നമ്മൾ കാത്തിരിക്കുന്നത്. മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പങ്കെടുക്കുന്ന പരിപാടിയിലാണ് പുഷ്പാർച്ചനയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ നോട്ടീസിലാണ് ഇങ്ങനെയൊരു മാറ്റമുള്ളത്. ഈ കമന്റുകൾ വായിച്ചാൽ അത് ഗൗരവതരമായൊരു വിഷയമാണ് ചർച്ച ചെയ്യപ്പെടുന്നതെങ്കിലും, കഴിഞ്ഞ കുറേ ദിവസമായി ചർച്ച ചെയ്യപ്പെടുന്നത് എങ്കിലും ഭരണഘടനാപരമായ പല ചോദ്യങ്ങളും ഗവർണർക്കും രാജ്ഭവനുമെതിരെ ഉയരുന്നുവെങ്കിലും ഈ BJP കേരളം പേജിൽ നേരത്തെ ദിവിഷ് വായിച്ച പോലെ വായിച്ചാൽ വളരെ തമാശയാണ്, വലിയ ട്രോളാണ്. അതിലെ താരം മന്ത്രി വി ശിവൻകുട്ടിയാണ്. ശിവൻകുട്ടിയുടെ പണി ഏറ്റു എന്നതാണ് പല കമന്റുകളും സൂചിപ്പിക്കുന്നത്. ശിവൻകുട്ടിയെ കോട്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഇടപെടലാണ് ഇപ്പോൾ ഈ മാറ്റം ഉണ്ടായത് എന്നാണ് തമാശ.